നമസ്കാരം. പലപ്പോഴും നമുക്ക് രക്തക്കുറവിനേക്കാൾ വളരെയധികം പ്രശ്നക്കാരനായിട്ട് മാറുന്നത് രക്തചംക്രമണം കുറവാകുന്ന അല്ലെങ്കിൽ സർക്കുലേഷൻ കുറവാകുന്നതാണ്. ഇങ്ങനെ രക്തം ശരിയായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്താതെ വരുമ്പോൾ ഓക്സിജൻ്റെ കുറവൊക്കെ കാരണം പലപ്പോഴും കാലിലൊക്കെ തന്നെ കളർ ചേഞ്ചും അല്ലെങ്കിൽ വളരെയധികം നീർക്കെട്ടും സന്ധികളിൽ വേദനയും കാലിന് തരിപ്പും മരവിപ്പും തുടങ്ങിയ ഒട്ടനേകം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതിനെ മാറ്റാനായിട്ട് ഒരുപാടേറെ ആയുർവേദ കൂട്ടുകൾ മുൻപ് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് വളരെ എളുപ്പത്തിൽ സ്വാദിഷ്ടമായിട്ട് വീട്ടിൽ തയ്യാറാക്കുന്ന ഒരു പ്രത്യേക കൂട്ടാണെന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ ഇതിലൊരു പ്രത്യേക ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. അതേതാണ്, എങ്ങനെ തയ്യാറാക്കുന്നു, എപ്പോൾ കഴിക്കണം എന്നൊക്കെ അറിയണ്ടേ? അതിന് വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ. ഞാൻ ഡോക്ടർ സജിത ദിജിൻ. ഇതിൽ മറ്റൊന്നുമല്ല, നമ്മൾക്കെല്ലാം തന്നെ പണ്ട് കാലം മുതൽക്കേ ഫോളോ ചെയ്ത് വരുന്ന വളരെയധികം പ്രിയങ്കരനായിട്ടുള്ള ചെറുപയർ കഞ്ഞിയാണ്. ഇത് ചേർക്കുന്ന ഇൻഗ്രീഡിയൻ്റ് ഏതാണെന്നല്ലേ? ചെറുപയർ മാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ പലപ്പോഴും വാതദോഷം കൂടുതലുള്ളവല്ലോ, നല്ല ഡ്രൈനെസ് ബോഡിക്കുള്ളവർക്കും ഒക്കെ തന്നെ ബുദ്ധിമുട്ട് വരാറുണ്ട് കുറച്ചധികം കഴിച്ചു കഴിഞ്ഞാൽ. എന്നാൽ ഇതിനെ മാറ്റാനായിട്ട് ഒരു പ്രത്യേക സൂത്രം ഇതിൽ ചേർക്കാൻ പറ്റും. ഏതാണെന്നറിയാം. ആദ്യം നമുക്ക് ചെറുപയർ ശരീരത്തിൽ എങ്ങനെ ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു നീർക്കെട്ടിനെയും വേദനയും തരിപ്പും മരവിപ്പൊക്കെ മാറ്റിയിട്ട് ഈ അടഞ്ഞ ബ്ലോക്കുകളും ഒക്കെ തന്നെ മാറ്റി ഞരമ്പുകൾക്കൊക്കെ നല്ലൊരു ഹെൽത്ത് അല്ലെങ്കിൽ നെർവ് ഹെൽത്തിനൊക്കെ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതും കൂടെ നോക്കാം. ദീപന പാചന രുച്യ ദൂഷത്രയ ഹരസ്മൃത എന്നുള്ളത് ചരക സംഹിതയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ത്രിദോഷങ്ങളെ തന്നെ മാനേജ് ചെയ്യാൻ, അല്ലെങ്കിൽ പ്രത്യേകിച്ചും കഫത്തെയും പിത്തത്തെയും ഒക്കെ തന്നെ കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. വളരെ തണുപ്പ് ഏൽക്കുന്ന ഒരു സ്വഭാവമുള്ളതാണ്. അതേപോലെ ശരീരത്തിന് നല്ല ബ്ലഡ് സർക്കുലേഷൻ നടത്താൻ സഹായിക്കുന്നുണ്ട്. ദീപന പാചനമായിട്ടുള്ളതാണ്. ദഹനം നന്നായിട്ട് നടത്താനും അല്ലെങ്കിൽ വിശപ്പ് ഉണ്ടാക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നത് കൂടിയാണ്. പിന്നെ ശരീരത്തിന് നല്ല ഉന്മേഷം തരാൻ സഹായിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള പ്രോട്ടീനും കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് നമുക്ക് പുറത്തൊന്നും പോകേണ്ട. വെജിറ്റേറിയൻസിനൊക്കെ തന്നെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് ചെറുപയർ എന്നുള്ളത്. മുദ്ഗ എന്നുള്ള ഈ ഒരു ചെറുപയർ പലപ്പോഴും ആമത്തെ ഇല്ലാതാക്കുന്നു, അല്ലെങ്കിൽ നമുക്ക് കെട്ടിക്കിടക്കുന്ന ടോക്സിൻസും ദഹിക്കാണ്ട് കിടക്കുന്ന ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റുന്ന, നെർവിനെ ക്ലിയർ ആക്കാനും നെർവിനെ ഹെൽത്തി ആക്കാനും ചാനൽസിൻ്റെ ബ്ലോക്കൊക്കെ നീക്കാനും ഒക്കെ തന്നെ സഹായിക്കുന്നതാണെന്നൂടെ പറയുന്നുണ്ട്. ഈ ലഘു ദീപന സ്വഭാവം ഒക്കെ തന്നെ ഉള്ളതുകൊണ്ട് ബ്ലോക്കുകളൊക്കെ നീറ്റി നെർവ് സപ്ലൈ ഒക്കെ കൂടുതലാക്കാൻ സഹായിക്കുന്നുണ്ട്. ശരീരത്തിൽ അവിടെ ഇവിടെ നീർക്കെട്ടും അല്ലെങ്കിൽ ഹെവിനെസ് ആയിട്ടൊക്കെ തോന്നുന്നുണ്ട്. ഡയബറ്റിക് നെർവ് ഇഷ്യൂസ് ഒക്കെ അധികം ഉണ്ടെങ്കിലും ഒക്കെ നമുക്കിത് ഉപയോഗിക്കാം. പ്രോട്ടീനും നാരുകളും വിറ്റാമിനുകളും ധാതുക്കളും ഇവയൊക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനും നമ്മുടെ ശരീരത്തിൻ്റെ ഭാരം കുറയ്ക്കാനും പ്രമേഹം നിയന്ത്രിക്കാനും സഹായിക്കുന്ന ഒരു മികച്ച ഭക്ഷണമാണ് ചെറുപയർ. ഇത് ദഹനം സുഗമമാക്കുന്നുണ്ട്. അമിത വിശപ്പ് കുറയ്ക്കുകയും ചീത്ത കൊളസ്ട്രോള് കുറച്ച് നമുക്ക് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. മുളപ്പിച്ച ചെറുപയർ ഒന്നുകൂടെ പോഷക ഗുണമുള്ളതാണ്. കാരണം ചിലർക്കൊക്കെ തന്നെ ചെറുപയർ കഴിച്ചാൽ ഇത്തരം ഗ്യാസ്ട്രിക് ഇറിറ്റേഷനും വയറിന് ചില അപ്സെറ്റൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു മുക്തി നേടണം എന്നുണ്ടെങ്കിൽ പുണപ്പിച്ച പയറാണ് ഒന്നുകൂടെ ബെസ്റ്റ് ആയിട്ടുള്ളത്. ഉയർന്ന പോഷകമൂല്യം ഇതിനുണ്ട് കേട്ടോ. സസ്യാധിഷ്ഠിത പ്രോട്ടീൻ്റെയും ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകളുടെയും ഫോളേറ്റ്, മാംഗനീസ്, ഇരുമ്പ്, ചെമ്പ്, സിങ്ക് ഇതൊക്കെ അടങ്ങിയിട്ടും കൂടെ ഉണ്ട്. പിന്നെ ചീത്ത കൊളസ്ട്രോൾ LDL കുറയ്ക്കാനും നമ്മുടെ രക്തസമ്മർദ്ദമൊക്കെ നിയന്ത്രിക്കാനും സഹായിക്കുന്നുണ്ട്. ഇതിൽ പൊട്ടാസ്യം, മഗ്നീഷ്യം, നാരുകളൊക്കെ ഉള്ളതുകൊണ്ട് ഹൃദയത്തിനും നല്ലതാണല്ലോ. അതുപോലെ ശരീരഭാരം കുറയ്ക്കാനായാലും ഇതിൽ നാരും പ്രോട്ടീനും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് സഹായിക്കും. വയറ് പെട്ടെന്ന് നിറഞ്ഞതായിട്ട് തോന്നും, വിശപ്പ് കുറയും. പിന്നെ പ്രമേഹ നിയന്ത്രണം എന്നുള്ളത് കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ഉള്ളതിനാൽ പ്രമേഹ രോഗികൾക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാനും കൂടെ പറ്റും. ഇതിൽ പെക്റ്റിൻ എന്നുള്ള ഒരു നാരടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ കുടലിൻ്റെ ആരോഗ്യത്തിനും ദഹനം മെച്ചപ്പെടുത്താനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ആൻറ്റി ഓക്സിഡൻസുകൾ ധാരാളം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് എപ്പോഴും തന്നെ ശരീരത്തിന് ആ ഒരു ചെറുപ്പം നിലനിർത്താൻ സഹായിക്കുന്നുണ്ട്. നല്ല യുവത്വത്തോടെ ഇരിക്കാനൊക്കെ സഹായിക്കുന്നതും നമ്മുടെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതുമായിട്ടുള്ള ഒന്നാണ്. കേട്ടിട്ടില്ലേ? ചെറുപയർ പൊടി ഉപയോഗിക്കുന്നത് മുഖത്തിൻ്റെ ചർമ്മ സംരക്ഷണത്തിന് ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. എണ്ണമയം നീക്കിയിട്ട് നല്ല ഗ്ലോ കിട്ടാനൊക്കെ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ്. ഇത് പുറമേക്ക് ഉപയോഗിക്കുന്ന കാര്യം. ഉള്ളിലേക്ക് ഉപയോഗിച്ചാലും ബ്ലഡ് സർക്കുലേഷൻ കൂടി നല്ലൊരു പ്രസരിപ്പും ആ ഒരു തുടുപ്പും ഒക്കെ തന്നെ നമുക്ക് വരാൻ അത് സഹായിക്കുന്നുണ്ട്. രക്തചംക്രമണം ശരിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾക്കൊക്കെ തന്നെ ഇത് ഗുണകരമാണ് എന്നറിയാം. ഇനി ഇത് വാതദോഷം ഞാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് കൂടിയിട്ടുള്ള ആളുകളാണ് ഇതിൽ 1-2 കാര്യങ്ങളും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ. അതിലൊന്നാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്താണല്ലേ,
അത് നെയ്യാണ്. നെയ്യ് പല രീതിയിൽ ഉപയോഗിക്കാം. അതിൻ്റെ ശരിയായിട്ടുള്ള പ്രിപ്പറേഷൻ ഞാൻ വഴിയെ പറയാം. നെയ്യ് ഉപയോഗിക്കുമ്പോൾ ഇത് ഡ്രൈനെസ് കൂടുതൽ ഉണ്ടാക്കുന്ന ഒരു സാധനമായതുകൊണ്ട് തന്നെ നെയ്യും കൂടെ ചേർക്കുമ്പോൾ നെയ്യിൻ്റെ ആ ഒരു സ്നിഗ്ധത കാരണം നമുക്ക് ആ ഒരു പ്രശ്നം മാറി കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കോംബോ എന്ന് പറയുന്നത് വളരെ ബെസ്റ്റാണ്. ഘൃതം ബുദ്ധി സ്മൃതി മേധാഗ്നി ബലായുഷ്കരം പരം എന്നുള്ളതും ഇതിൽ നമുക്ക് ബുദ്ധി വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഓർമ്മശക്തി കൂട്ടാനായിട്ടും നല്ല ബലം കിട്ടാനും ശരീരത്തിന് നല്ലൊരു സ്നിഗ്ധത അല്ലെങ്കിൽ ഒരു ആ ഡ്രൈനെസ് ഒക്കെ മാറ്റി നമുക്ക് ചുണ്ടിനൊക്കെ തന്നെ വളരെയധികം പൊട്ടിപ്പോകുന്ന അവസ്ഥയോ വിണ്ടുകീറലും അങ്ങനത്തെ പ്രശ്നങ്ങളും സ്കിന്ന് കൂടുതൽ ഡ്രൈ ആയി പോകുന്നു എന്നുള്ള അവസ്ഥയൊക്കെ പറയുമ്പോൾ ഞാൻ നാഭിപൂരണയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2 ഡ്രോപ്പ് നമുക്ക് അവിടെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് റൗണ്ടിൽ മസാജ് ചെയ്താൽ ഇത്തരം ഡ്രൈനെസ് മാറുമെന്നുള്ളത്. അതുപോലെ തന്നെയാണ് നമ്മൾ ഉള്ളിലേക്ക് ഇത് ഗീ മാത്രമായിട്ട് എടുക്കാൻ പറ്റും. ചൂടുവെള്ളത്തിൽ ഒരു ചെറിയ സ്പൂണ് ഗീ ഇട്ടിട്ട് ഒന്ന് കലക്കി ആ വെള്ളം നമുക്ക് കുടിക്കാനായിട്ട് എടുത്തു കഴിഞ്ഞാലൊക്കെ സ്കിന്നിന് നല്ല ഗ്ലോ വരാനും അല്ലെങ്കിൽ സ്കിന്നിന് ആ ഒരു ഹൈഡ്രേഷൻ നിലനിർത്താനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നുകാർക്ക് വളരെ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണത്. ടിഷ്യൂസിനെ എല്ലാം തന്നെ നറിഷ് ചെയ്യാനും ഒക്കെ തന്നെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത്തരം കണ്ടീഷൻസിലൊക്കെ തന്നെ ഈ ചെറുപയറും നെയ്യും കൂടെയുള്ള കോമ്പിനേഷൻ വളരെ ബെസ്റ്റാണ്. ഇനി ഇത് ഉപയോഗിക്കുന്നത് പല പ്രദേശങ്ങളും പല രീതിയിലാണ് ഈ ചെറുപയർ കഞ്ഞി ഉപയോഗിക്കുന്നത്. ഒരു സാധാരണ നമ്മൾ നവരയൊക്കെ ശരീരം വളരെയധികം ശോഷിച്ചിരിക്കുന്നതും ക്ഷീണിതരായിട്ടൊക്കെയുള്ള ആളുകൾ അത്യാവശ്യം പുഷ്ടിപ്പെടണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് നവരയരിയൊക്കെ തന്നെ എടുക്കാം. അത് സാധാരണ ഉണക്കല്ലരിക്കൊക്കെ പകരം അതായാലും എടുക്കാം. ഇനി അല്ലാത്തവർക്കാണെങ്കിൽ അരിയും ചെറുപയറും കൂടെ എടുത്തിട്ട് വാഷ് ചെയ്ത് ക്ലീനാക്കിയതിന് ശേഷം നമ്മൾ അതിലേക്ക് വറ്റൽ മുളക്, ചെറിയുള്ളി, ഉപ്പ്, തേങ്ങ ഇതെല്ലാം കൂടെ ഇട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെയും തയ്യാറാക്കാം. എന്നിട്ട് ലാസ്റ്റ് നന്നായി വെന്തുടഞ്ഞതിന് ശേഷം അതിലേക്ക് അല്പം നെയ്യും കൂടെ ചൂടോടെ ഒഴിച്ചിട്ട് കഴിക്കാനും എടുക്കാം. ഇനി അതല്ലെങ്കിൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് കഞ്ഞിയാക്കിയതിന് ശേഷം നെയ്യിൽ ചെറിയുള്ളി മൂപ്പിച്ചിടുന്ന രീതിയുണ്ട്. അതിനുശേഷം ചിലർ നന്നായിട്ട് തേങ്ങയും ജീരകവും ചെറിയുള്ളിയും കൂടെ അരച്ചിട്ട് അത് ഒഴിക്കുന്നവരുണ്ട്. അങ്ങനെ പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം സൗകര്യാർത്ഥം. അല്ലെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഒരു ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഇതിനെ തയ്യാറാക്കിയെടുക്കാം. പശുവിൻ നെയ്യ് എന്നുള്ളത് ആരോഗ്യത്തിനും സൗന്ദര്യത്തിനും വളരെ അത്യന്താപേക്ഷിതമായ പോഷകങ്ങളാൽ സമ്പുഷ്ടമായിട്ടുള്ള ഒന്നാണ്. ദഹനം മെച്ചപ്പെടുത്താൻ, പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ, ചർമ്മം തിളങ്ങാൻ, വിറ്റാമിനുകളും ആൻറ്റി ഓക്സിഡൻസുകളും നിറഞ്ഞ നെയ്യ് നമുക്ക് സന്ധിവേദന കുറയ്ക്കാൻ, ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്താനൊക്കെ സഹായിക്കുന്നുണ്ട്. ഇതിൽ ദിവസവും 1 സ്പൂൺ നെയ്യ് കഴിച്ചാൽ ദഹന പ്രക്രിയ എളുപ്പമാവും, മലബന്ധം ഒഴിവാക്കാൻ പറ്റും. വിറ്റാമിനുകളൊക്കെ ധാരാളം ഉള്ളതിനാൽ ശരീരത്തിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നല്ലതാണ്. മുഖത്തെ കരുവാളിപ്പ്, സൺടാന്, മുഖക്കുരു, ഡാർക്ക് സർക്കിൾ ഇവയൊക്കെ മാറ്റാൻ നെയ്യ് സഹായിക്കുന്നുണ്ട്. നല്ല തിളക്കമുള്ളതും ഹൈഡ്രേറ്റ് ആയിട്ടും സ്കിന്നിനെ നിലനിർത്തും. സന്ധികളുടെ വേദന കുറയ്ക്കാനും ഹെൽത്തി ഫാറ്റ്സ് ഒക്കെ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ശരീരത്തിന് നല്ലൊരു ഊർജ്ജം പകരാനും നല്ലതാണ്. നെയ്യ് പതിവായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കണ്ണിൻ്റെ ആരോഗ്യം, കണ്ണിൻ്റെ കാഴ്ചശക്തിയൊക്കെ വർദ്ധിപ്പിക്കാൻ ഒക്കെ സഹായിക്കുന്നതാണ്. ഇനി ഒരു സീക്രട്ട് ടിപ്പ് പറയട്ടെ. ഈ ചെറുപയർ കഞ്ഞി ഉണ്ടാക്കുമ്പോഴേ അതിൽ ഈ നെയ്യ് മാത്രമല്ലാതെ നമുക്ക് ഇത്തരം നമ്മുടെ നെർവിൻ്റെ ഹെൽത്തൊക്കെ തന്നെ വളരെ താറുമാറിലായിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എപ്പോഴും തരിപ്പും മരവിപ്പും കാരണം വളരെയധികം ബുദ്ധിമുട്ടുന്ന ചില ആളുകളുണ്ടല്ലോ, അങ്ങനെ നമ്മുടെ ഞരമ്പുകളുടെ ആ ബ്ലോക്കൊക്കെ മാറ്റാനും ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ഔഷധമാണ് ശംഖുപുഷ്പത്തിൻ്റെ പൂവ്. ഈ ശംഖുപുഷ്പം എന്നുള്ളത് അത് ഏത് ശംഖുപുഷ്പം എടുക്കാം. സാധാരണ കോമൺ ആയിട്ട് നമ്മൾ കണ്ടുവരുന്നത് നീല ശംഖുപുഷ്പമാണ്. ഇത് ഇട്ട് നമ്മൾ വെള്ളം കാച്ചിയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നതൊക്കെ കണ്ടിട്ടില്ലേ. അതിന് പുറമെ നിങ്ങൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഫ്രഷ് പൂവ് കിട്ടുന്നവരാണെങ്കിൽ ഒരു 2-3 പൂവ് ആ കുക്കറിൽ ഇട്ടാൽ മതി. നല്ല ബ്ലൂ കളറിലുള്ള കഞ്ഞിയും കിട്ടും. കഴിക്കാനും ടേസ്റ്റാണ്. കണ്ണിന് കുളിർമയുള്ളൊരു നിറം കൂടെയാണ് അതിന്. അത് വളരെ നല്ലതാണ്. ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്. ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്. ഇനി അതിന് പൊടിയാണ് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ ഒരു 1/4 സ്പൂൺ ചേർത്താൽ മതി. പ്രമേഹത്തിനും രക്തസമ്മർദ്ദം എന്നുള്ളൊരു പ്രശ്നമൊക്കെ കുറയ്ക്കുന്നതിന് കൂടെ ആൻറ്റി ഓക്സിഡൻസുകൾ ഉള്ളതുകൊണ്ട് ചർമ്മത്തിനും നല്ലതാണ്. നല്ല യൗവനത്തോടെ നിലനിർത്താനും നമ്മുടെ മുടിയുടെ ആരോഗ്യം സംരക്ഷിക്കാനും പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും നല്ലതാണ്. പിന്നെ പ്രായമാകുന്ന ലക്ഷണങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നേരത്തെ വരുന്നത് തടയാൻ സഹായിക്കും. രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നല്ലതാണ്. തലച്ചോറിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനും മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ, അതുപോലെ ഇതിൻ്റെ
ചായ അഴുക്കിയിട്ടൊക്കെ കുടിക്കുന്നത് ശരീരത്തിലെ വിഷാംശങ്ങളെ പുറന്തള്ളാൻ, ടോക്സിൻസിനെയൊക്കെ തന്നെ പുറന്തള്ളാൻ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ശരീരത്തിൽ മൊത്തത്തിലൊന്ന് ക്ലെൻസ് ചെയ്യാനും ദഹനശക്തിയൊക്കെ തന്നെ വർദ്ധിപ്പിക്കാനും കൂടെ സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് ചെറുപയർ, ശംഖുപുഷ്പം, നെയ്യ്, ഈ 3 കാര്യങ്ങൾ കഞ്ഞിയിൽ ചേർത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരുപാടേറെ ഗുണമുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഗുണങ്ങളൊക്കെ, ഇത്തരം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിനെയൊക്കെ തന്നെ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക. ഒരു മരുന്നിൻ്റെ ഗുണം ചെയ്യും ഇത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. ചെറുപയർ കഞ്ഞി അത്ര മോശമൊന്നുമല്ല. ഈ ഗുണങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ ഇതുപോലുള്ള പ്രത്യേക കൂട്ടുകൾ സഹായിക്കുന്നുണ്ട്. മറന്നു പോകരുത്. ഒരുപാട് ബോഡിക്ക് ഡ്രൈനെസ്സും പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നെയ്യ് ഒട്ടും തന്നെ ഒഴിവാക്കരുത്. ഈ കാര്യങ്ങളെല്ലാം കൂടെ ചേരുമ്പോഴാണ് ഞാൻ ഈ പറഞ്ഞൊരു എഫക്റ്റ് കിട്ടുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നല്ലൊരു വിഷയമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി.